ഗൾഫിൽ ഇത്തവണ ഓണാഘോഷത്തിൻ്റെ കളറും ലെവലും വേറെയായിരുന്നു. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അവധി ദിവസമാണ് തിരുവോണം എത്തിയത്. UAE-യിൽ നബിദിനത്തിൻ്റെ പൊതു അവധിയായിരുന്നെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വാരാന്ത്യ അവധിയായിരുന്നു. ഇതോടെ പ്രവാസികളുടെ തിരുവോണം കെങ്കേമമായി. നിറയെ മലയാളികളുള്ള സ്ഥലമാണ് ദുബായ് എന്നുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് മുണ്ടെടുത്തവരെ നമുക്ക് കാണുന്നത് വളരെ അപൂർവമാണ്. അതങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഓണ ദിവസമായിരിക്കും. അത് മലയാളികൾ മാത്രമല്ല, ബാക്കിയുള്ള ഭാഷക്കാരും നാട്ടുകാരും ഒക്കെ മുണ്ടെടുത്ത് കാണുന്ന ദിവസമാണത്. സാധാരണ ദുബൈയിൽ മുണ്ടെടുത്ത് നടക്കൽ ശീലമില്ലാത്തതാണല്ലോ. ഇപ്പോൾ ഓണ ദിവസമാണ് മലയാളികൾ പോലും മുണ്ടെടുക്കുന്നത്. ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. വളരെ അടിയിൽ 2 സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു രസമാണ്. ഈ ഒരു ഓണത്തിലൊരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുണ്ടെടുത്ത് പിന്നെ ഒന്ന് പുറത്തിറങ്ങി എല്ലായിടത്തും ഒന്ന് പോയി നടന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ഓണ ദിവസമാണല്ലോ കൂടുതൽ ആൾക്കാർ മുണ്ടെടുത്തിട്ട് നടക്കുന്നത്. അപ്പോൾ സാധാരണ പാൻറ്റൊക്കെ ഇട്ട് നടന്നിട്ട് മുണ്ടിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ മുറിയിൽ മുണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിയിലോട്ട് ഇറങ്ങും. പിന്നെ ആദ്യം വന്നപ്പോൾ ആരും മുണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒറ്റയ്ക്കാണോ എന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് ആൾക്കാർ മുണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സദ്യ വാങ്ങാനുള്ള കാത്തിരിപ്പിലാണ്. മുണ്ടൊക്കെ എടുത്തിട്ട് എങ്ങനെ അടിപൊളിയാണോ? കൊള്ളാം. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദുബായിൽ. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ദൂരം ഓടിയാണ് ഇവിടെ വരെ വന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു പഴയിടത്തിൻ്റെ ഫുഡുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് മേടിക്കാൻ വന്നത്. അപ്പോൾ ഇവരൊക്കെ മുണ്ടെടുത്ത് കണ്ടപ്പം ഞാനെന്താ മുണ്ടെടുക്കാണ്ട് വന്ന് പോയതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്. ഞാൻ അങ്ങേരെ അപ്പുറത്തായിട്ട് കണ്ടപ്പോൾ അങ്ങേരെ മുണ്ടെടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പം എന്നെ നോക്കിയിട്ട് പറയാം, നീ മുണ്ടെടുത്തല്ല, ഞാൻ മുണ്ടെടുത്ത് എൻ്റെ അടുത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഓണം എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര ഉത്സവമാണ്. കാരണം പല ഭാഷക്കാർ, പല രാജ്യക്കാർ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഇവിടുത്തെ ഓണം. 18 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് ബ്ലൂ ഓഷ്യൻ എന്ന സ്ഥാപനത്തിൻ്റെ ഓണാഘോഷ പരിപാടികൾ കളറാക്കാനെത്തിയത്. ഓണം അന്താരാഷ്ട്ര ഉത്സവമാക്കുന്നത് ഇവരാണ്. My second time with Blue Ocean this event, Onam. We are so happy to attend this event because there is mix of culture from Algeria, from Egypt, India, all over country. We are so happy to share with everyone this event. I have fun. I learn something new. The special in Blue Ocean is that they are caring about the employers much such as the customer. So it's usually the other companies customer first, but here I feel no, it's balance between us and the customer. They care about us. What makes us happy if they are fair with us. Philippines, and this is our Filipiniana costume, and it's so amazing to experience and feel the culture of and tradition of every country. In Onam celebration, everybody is presenting his culture and his country. It's so exciting. It's not the first time, it's the 4th time I joined the Blue Ocean for Onam party. I'm very happy and I like all the celebrations. ബ്ലൂ ഓഷ്യൻ UAE-യിലെ ഓണാഘോഷം കിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. 18 പരം രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടേതായ തനതായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യാലിറ്റി ആൻഡ് ദെയർ ഓൺ കൾച്ചറൽ പെർഫോമൻസ് ഫ്രം ദീസ് കൺട്രീസ്. Why the festival brings in harmony and peace amongst all cultures, all nationalities. And moreover, in today's world, we need to live in much more harmony than it was before between all nations. Me and Abdul Aziz, our chairman, we are from Kerala, and this is our pride moment
18ഓളം നാഷണൽസ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദേ ഓൾ ബ്രിങ് ദെയർ ട്രഡീഷണൽ പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ് ടുഡേ. ആൻഡ് നമ്മുടെ എല്ലാ ഓഫീസുകളിലും ബീറ്റ് ഇൻ കെയ്റോ, UK, ഇന്ത്യ, 3-4 സ്റ്റേറ്റ്സ്, റിയാദ്, എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ ഓണാഘോഷം, ഇറ്റ്സ് നോട്ട് ഓൺലി ഓണാഘോഷം മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇവിടെ എല്ലാ കൾച്ചേഴ്സിൻ്റെയും എല്ലാ റിലിജ്യൻ്റെയും ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. വി ഡോണ്ട് സ്പെയർ എനിത്തിങ്. നിങ്ങൾക്കൊരു കേരളത്തെയും ഓണാഘോഷത്തെയും പുനഃസൃഷ്ടിക്കാൻ പറ്റും എന്ന് തോന്നി. എല്ലാവരും ഒന്നുചേരുന്നു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അയൽക്കാരും ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒന്നുചേരുന്ന ഒന്നിച്ചോണം ഒരുമിച്ച് ഉണ്ടാവുന്നതാണ്. സ്നേഹം കൊണ്ടാവും. ഞാൻ ജയരാജനോട് പറഞ്ഞു, ജയരാജ കുഴപ്പമില്ല, ഇവിടെ ഞങ്ങൾ ഒരുമിച്ചാണ്, നാട്ടിൽ ചിലപ്പോൾ ഞങ്ങൾ ചിലപ്പം പല പറയാം. തൃശ്ശൂരിനെ യഥാർത്ഥത്തിൽ ദുബായിലേക്ക് പറിച്ചു നട്ടിരിക്കുക. അല്ല, ഒന്നിച്ചോണം വെരി ഹാപ്പി ആണ്. വെരി ഹാപ്പി ടു ബി ഹിയർ. അപ്പം ഈ പരിപാടിക്ക് എല്ലാവരും ആശ്രയിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ സിനിമയും കാണണം, എല്ലാ സിനിമകളും കാണാം. ഹാപ്പി ആണ് എല്ലാവരും. താങ്ക് യു. നിങ്ങളുടെ ഈ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിഷ് യു ഓൾ ഹാപ്പി ഓണം. ICL ഫിംകോ നടത്തുന്ന ഒന്നിച്ചോണം ഒരുമിച്ചോണം എന്ന പ്രോഗ്രാമിന് എല്ലാവരുടെ ആശംസകളും. ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചതാണ്. അവിടെയാണ് കലാമണ്ഡലത്തിൽ പഠിച്ചത്, കഥകളി പഠിച്ചത്. പ്രസന്ന ആശാന്, രാശേര ആശാന്, ഗോപൻ ആശാൻ ഇവരാണ് എൻ്റെ ഗുരുക്കന്മാർ. പിന്നെ അർക്കന്നൂർ ആശാനാണ് എന്നെ തുടങ്ങിയത്. ഞങ്ങൾ അർക്കന്നൂരാണ് എൻ്റെ സ്ഥലം. അർക്കന്നൂർ ആശാനെ ഞങ്ങൾ അത് പഠിപ്പിച്ച് തുടങ്ങിയത്. ഇവിടെ ഇപ്പോൾ ചാക്യാർ സജീവമായിട്ട് ചാക്യാർ കൂത്ത് കഴിഞ്ഞ് ചാക്യാരിപ്പോൾ കാണികൾക്കിടയിലേക്ക് ഇറങ്ങിയേക്കാം. ഓണസദ്യ എത്ര മണിക്കാ? 12:30-ക്കോ? നേരത്തെ നേരം വൈകി വന്നായിരുന്നു അതൊക്കെ പോയത്. അപ്പൊ ചെണ്ടക്കാരെ വിളിച്ച മകന് ചെണ്ട നിങ്ങൾ പോട്ടാ അല്ലേ? അപ്പൊ എങ്ങനെയത്? അത് ഞാൻ മാത്രം പാടിയ ശരിയാണ്, എല്ലാവരും ചേർന്ന് പാടണ്ടേ? നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് UAE ഓണം നമ്മളാണ് ഓണം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത്. കഴിഞ്ഞ തവണ ഫുള്ളി നമ്മൾ വില്ലേജ് അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു ഓണത്തിൻ്റെ കോൺസെപ്റ്റായിരുന്നു. ഇത്തവണ ഇത് ഗ്രാമപ്രദേശത്ത് നിന്ന് സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോബിയിലെല്ലാം നമ്മൾ ആ ഒരു ഓണം തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതേസമയം നമ്മുടെ ബാങ്ക്വറ്റ് ഹാൾ മുഴുവൻ DJ, ലൈവ് മ്യൂസിക് അങ്ങനെയുള്ള ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് സ്ലോട്ട് വൈസ് ആണ് നമ്മൾ സദ്യ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് വിതൗട്ട് ഹാവിങ് എനി പ്രഷർ ദേ ക്യാൻ കം ആൻഡ് എൻജോയ് ദ ഫുഡ്. 26 ഐറ്റംസ് ആണ് അടങ്ങിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ സദ്യയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വള്ളവനാടൻ സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സദ്യ, എല്ലാവർക്കും എൻജോയ് ചെയ്യേണ്ട രീതിയിൽ. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ ഈ ഓണം ഇത് ഇങ്ങനെ ഈ സെറ്റപ്പിൽ ആംബിയൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുള്ള ബന്ധത്തിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്ലോറ വിശ്വസിക്കുന്നത് സസ്റ്റൈനബിലിറ്റിയിലാണ്. അപ്പോൾ ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അത് റീസൈക്കിൾഡും റീയൂസും ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫ്ലോറ മോർ സസ്റ്റൈനബിൾ ആയിരിക്കണം എല്ലാ ആഘോഷങ്ങളും എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു സന്ദേശം നൽകാൻ കൂടി ഓണം ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദേശം ഇവിടെയുള്ള ഒരു വാള് റൈറ്റിംഗ് ഉണ്ട്. അതെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ടാണ്, യൂസ്ഡ് പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ടാണ് അതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദുബൈയിലെ ഓണം വേറെ മൂഡാണ്, വേറെ ലെവലാണ്.